ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പത്മയും യതീന്ദ്രനും വേദയും ഇന്ദ്രജയും ഓഫീസിലേക്ക് പോവാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ യതീന്ദ്രൻ പത്മയെ നിർബന്ധിച്ച് അവിടെ ഇരുത്തുകയാണ്. നമുക്ക് സൂര്യയും നന്ദിനിയെയും കൂട്ടി പോവാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് പത്മയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഇന്ദ്രജയ്ക്കും വേദയ്ക്കും ഒന്നും ഇഷ്ടാവുന്നില്ല. അപ്പോൾ കമ്പനിയിലുള്ള എല്ലാവരുടെയും ഇടയിൽ സംസാരമുണ്ട്. നമ്മളാരും ഒത്തൊരുമയില്ലാത്തവരാണെന്ന്. എന്തിനാണ് വീണ്ടും അവരെ കൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ പറയിപ്പിക്കുന്നത്? നീ കുറച്ചു നേരം ഒന്ന് ക്ഷമിക്ക് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പത്മയെ അവിടെ ഇരുത്തുകയാണ് കേട്ടോ. അപ്പോൾ സൂര്യയാണെങ്കിലോ അതിനെയും കൂട്ടി പോവാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ നന്ദിനിയോട് പറയണേ, കുറച്ച് നേരം ഒന്ന് അവർ കാത്തിരിക്കട്ടെ, നമ്മൾ VIP കളല്ലേ എന്നും പറഞ്ഞ് നന്ദിനിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നന്ദിനി പറയണേ, അമ്മയെ ദേഷ്യം പിടിപ്പിക്കാൻ കിട്ടുന്ന അവസരമൊക്കെ സൂര്യ സാർ ഉപയോഗിക്കുകയാണല്ലോ. അങ്ങനെ തന്നെയാണ്, കുറച്ചു നേരം അവർ നമ്മളെ കാത്തിരിക്കട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ നന്ദിനി പറയണം, മതി, ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങി പോവാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി താഴേക്ക് ഇറങ്ങി പോവുകയാണ് കേട്ടോ. ആ സമയത്ത് അവർ വീണ്ടും കാണാൻ വേണ്ടി സൂര്യ നന്ദിനിയുടെ സാരിയിലെ ഞൊറിവൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണ്. അതൊക്കെ കാണുന്ന സമയത്ത് അവർക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും താഴേക്ക് ഇറങ്ങി വരുന്നു എന്ന് കണ്ടപ്പോൾ ഇന്ദ്രജ പറയണം, അവർ വരുന്നുണ്ടെന്ന് തോന്നുന്നു അമ്മേ. സൂര്യ മനഃപൂർവ്വം നമ്മളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയാണ് അവൻ സമയം വൈകിപ്പിക്കുന്നത്. നമ്മൾ അവനെ കാത്തിരിക്കാൻ വേണ്ടിയാണ്, അവർ VIP ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്കിതൊക്കെ കണ്ട് ദേഷ്യം പിടിക്കുന്നുണ്ട്. പത്മ പറയണ, അവളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആളുണ്ടല്ലോ, പിന്നെ എന്ത് ചെയ്യാനാണ് എന്ന് യതീന്ദ്രനെ ഉദ്ദേശിച്ചുകൊണ്ട് യതീന്ദ്രന്റെ മുഖത്ത് നോക്കി തട്ടിച്ചുകൊണ്ടാണ് പത്മ പറയുന്നത്. അപ്പോൾ ഇന്ദ്രജ പറയാണ്, അവൾക്ക് അതിന് കുറച്ച് കൂടിയിട്ടുണ്ട് അമ്മേ. സൂര്യ അമ്മയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയാണ് അവളെ കൊണ്ട് തന്നെ മെഷീൻ ഓണാക്കിക്കാം എന്ന് പറഞ്ഞത്. പക്ഷേ അവളുണ്ടല്ലോ, അത് കേട്ടിട്ട് അവൾ മിണ്ടാതെ നിൽക്കുകയാണ് ചെയ്തത്. എന്താണ് ശരിക്കും ആ സമയത്ത് പറയേണ്ടിയിരുന്നത്? വേണ്ട, എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് ശരിയല്ല, ഇന്ദ്രജ മേഡം തന്നെയാണ് മെഷീൻ ഓണാക്കേണ്ടത് എന്നല്ലേ അവൾ പറയേണ്ടിയിരുന്നത്. ഒന്നും പറയാതെ അവൾ മിണ്ടാതെ ഇരുന്നിട്ട് ഇപ്പൊ സൂര്യയോടൊപ്പം ജോഡിയായിട്ട് ഓഫീസിലേക്ക് പോകാൻ വരുന്നത് കണ്ടില്ലേ? അപ്പോൾ വേദ പറയണേ, ഇങ്ങനെ പോവുകയാണെങ്കിൽ അവളെ തളക്കുന്നതിന് പകരം അവളെ തൂക്കിയെടുത്ത് ഓഫീസ് വരെ കാല് നിലത്ത് കുത്താതെ കൊണ്ടു നടക്കും, അങ്ങനെയാണ് ഇപ്പോൾ കാണിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രജ പറയണേ, നീ ഒന്ന് പതിയെ പറ, ഇനിയിപ്പോൾ അത് അവൻ്റെ ചെവിയിൽ കേട്ടാലേ അവൻ അതും ചെയ്യും. ഇതിപ്പോൾ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, അവളിപ്പോൾ അവളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തടക്കിൽ തുടങ്ങിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പത്മ പറയണേ, എന്താ നീ ഉദ്ദേശിച്ചത്? അല്ല, അവൾ ഇത്രയും ദിവസം പാവത്തെ പോലെ നടന്നിട്ട് ഇപ്പോൾ അവൾ അവളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തിറക്കുന്നുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഇങ്ങനെ പോയാലേ അവൾ സൂര്യയെ കൈക്കുള്ളിലാക്കിയിട്ട് അവൾ പറയുന്നത് എല്ലാം സൂര്യയെ കൊണ്ട് ചെയ്യിപ്പിക്കും. സാനം അവൾ ഈ സ്വത്തുക്കളെല്ലാം തന്നെ അവളുടെ പേരിലേക്ക് ആക്കിയ ശേഷം അവൾ ഇവിടെ നിന്നും ഒറ്റ പോക്കങ്ങ് പോവും. അതാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ യതീന്ദ്രൻ പറയണേ, നിങ്ങൾക്കൊന്നും വേറെ ഒന്നും സംസാരിക്കാനില്ലേ? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സ്വത്ത്, കാശ് എപ്പോഴും ഇത് തന്നെയാണോ നിങ്ങളുടെ മനസ്സിലുള്ളൂ? എന്നെ ഒന്ന് മിണ്ടാതിരിക്കുക. അവൻ ഇതൊക്കെ കേട്ടോണ്ട് വന്ന് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട, നല്ലൊരു കാര്യത്തിന് വേണ്ടി കമ്പനിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നതാണ്, ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും സൂര്യയും നന്ദിനിയും വരികയാണ്. അച്ഛാ, എന്നാൽ നമുക്ക് പോവല്ലേ? യതീന്ദ്രൻ, നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അയ്യോ ഡാഡി, കുറച്ച് നേരം എന്ന് എൻ്റെ ഭാര്യ നന്ദിനി പുതിയ മെഷീൻ ഓണാക്കാൻ പോകുന്നതല്ലേ, അതുകൊണ്ട് പ്രത്യേകം അണിയിച്ചൊരുക്കിയതാണ്, അതുകൊണ്ടാണ് കുറച്ച് നേരം വൈകിയത്. എന്നാൽ നമുക്ക് ഇറങ്ങിയല്ലേ എന്ന് പറഞ്ഞ് സൂര്യയും നന്ദിനിയും കൂടി കാറിലേക്ക് കയറുകയാണ്. ഒപ്പം തന്നെ യതീന്ദ്രനും പോവുകയാണ് കേട്ടോ. അപ്പോൾ പത്മ, വാ, മഹാറാണി എത്തി, ഇനി നമുക്ക് കമ്പനിയിലേക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് വേദയെയും ഇന്ദ്രജയെയും കൂട്ടി പത്മ വേറൊരു കാറിൽ പോവുകയാണ്. അങ്ങനെ 2 കാറിലായിട്ട് 3 പേര് പോവുകയാണ്. അങ്ങനെ കമ്പനിയിലെത്തിയ ശേഷം അവിടെ സ്റ്റാഫുകളെല്ലാവരും അവരെ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുകയാണ്. എന്നിട്ട് ആദ്യം പത്മയും യതീന്ദ്രനൊക്കെ വിളക്ക് കൊളുത്തുകയാണ്. പൂജാരിയും ഉണ്ട് അവിടെ. അത് കഴിഞ്ഞ ശേഷം സൂര്യയും നന്ദിനിയും വിളക്ക് കൊളുത്താണ്. എന്നിട്ട് കുറച്ച് നേരം പത്മ കമ്പനിയിലുള്ള സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് കുറച്ച് പ്രസംഗിക്കുകയാണ്. കമ്പനിയുടെ വളർച്ചയെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. ഇത് ചെറിയ കമ്പനിയായിട്ട് തുടങ്ങിയതാണ്, ഇന്ന് ഈ നിലയിൽ എത്തിയത് എൻ്റെ ഒറ്റ പ്രയത്നം കൊണ്ടാണ്. പത്മ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുകഴ്ത്തി സംസാരിക്കുകയാണ്. അങ്ങനെ കമ്പനിയിലെ സ്റ്റാഫുകൾ എല്ലാവരും കൈയടിക്കുകയാണ്. പത്മയുടെ മിടുക്ക് കൊണ്ട് തന്നെയാണ് കമ്പനി ഇത്രയും വളർന്നു നിൽക്കുന്നത് എന്നുള്ളതൊക്കെ അവരെല്ലാവരും അംഗീകരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇതിൻ്റെ പിറകിൽ പ്രയത്നിച്ചിട്ടുണ്ടെങ്കിലും കൂടി ഞാൻ കാരണമാണ് കമ്പനിയിലേക്ക് ഓരോ പ്രോജക്റ്റുകളും കൊണ്ടുവന്നതും അത് എങ്ങനെ നടത്തണം എന്നുള്ളതൊക്കെ തീരുമാനിച്ചതും എല്ലാം തന്നെ ഞാൻ തന്നെയാണ്. അങ്ങനെയാണ് ഈ കമ്പനി ഇന്ന് ഈ നിലയിലെത്തിയത് എന്നൊക്കെ പറഞ്ഞ് പത്മ സ്റ്റാഫുകൾക്ക് മുന്നിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോഴൊക്കെ സ്റ്റാഫുകൾ അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് കൈയടിക്കുന്നുണ്ട്. ഈ സമയം സൂര്യയെ തന്നെ നോക്കി നിൽക്കുകയാണ് കമ്പനിയിലെ പുതിയതായി ജോലി ചെയ്യാൻ വന്ന ഒരു സ്റ്റാഫ്. എന്നിട്ട് തൊട്ടടുത്ത് തന്നെ സൂര്യയുടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്നാണ് ഇത് നന്ദിനി ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നന്ദിനി സൂര്യയുടെ തൊട്ടടുത്ത് ആ പെൺകുട്ടി നിൽക്കുന്നത് കാണുമ്പോൾ ദേഷ്യം പിടിക്കുന്നുണ്ട്. ചെറുതായിട്ട് നന്ദിനിക്ക് ഒരു അസൂയ വരികയാണ് കേട്ടോ. അങ്ങനെ സൂര്യയുടെ തൊട്ട് നിൽക്കുന്നത്
നിൽക്കുന്നത് കാണുമ്പോൾ സൂര്യ ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട് കുറച്ചങ്ങ് നീങ്ങി നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട് തൊട്ടടുത്ത് നിൽക്കുന്നത് കാണുമ്പോൾ. അപ്പോൾ അല്ല സാറിന് സംസാരിക്കുന്നില്ലേ, സാറിൻ്റെ സംസാരം അടിപൊളിയാണെന്ന് ഇവിടെ കമ്പനിയിലെ സ്റ്റാഫുകൾ എല്ലാവരും പറയുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സൂര്യയ്ക്കും ആ പെൺകുട്ടിയുടെ അടുപ്പവും സംസാരമൊക്കെ കാണുമ്പോൾ കുറച്ചൊക്കെ ഒരു ദേഷ്യം പിടിക്കുന്നുണ്ട്. അങ്ങനെ സൂര്യ പറയണ ഇല്ല ഞാൻ സംസാരിക്കുന്നില്ല എന്നൊക്കെ പറയണം. അപ്പോൾ ഇതെല്ലാം തന്നെ നന്ദിനി ശ്രദ്ധിക്കുന്നുണ്ട്. നന്ദിനിക്കാണെങ്കിലും ആ പെൺകുട്ടി സൂര്യയോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും എല്ലാം തന്നെ നല്ല ദേഷ്യം പിടിക്കുന്നുണ്ട്. അങ്ങനെ സൂര്യയും സ്റ്റാഫുകളൊക്കെ അവിടെ നിന്നങ്ങ് മാറിപ്പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഇന്ദ്രജ അവിടെ എത്തിയ ഉടനെ തന്നെ വിജയനോട് മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തോ, ഇനി മെഷീൻ ഓണാക്കി കഴിഞ്ഞാൽ അവൾക്ക് ഷോക്ക് ഏൽക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉറപ്പായും ഷോക്ക് ഏൽക്കും. അല്ല അമ്മ കൂടി മെഷീൻ ഓൺ ആക്കുന്നതാണ്, അമ്മയ്ക്ക് ഒരു കുഴപ്പവും വരില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ കൂടി അവിടെ ഉണ്ടാകുമല്ലോ, എന്തായാലും ആൻറ്റിക്കൊന്നും സംഭവിക്കില്ല, അവൾക്കാണ് സംഭവിക്കാൻ പോകുന്നത്, അവൾ മെഷീനിൽ കൈ വെച്ച ഉടനെ തന്നെ അവൾക്ക് ഷോക്ക് ഏൽക്കും എന്നൊക്കെ പറയാണ്. അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇന്ദ്രജയും വിജയനും ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ വിജയൻ്റെ മനസ്സ് നല്ല പേടിയുണ്ട്, എങ്ങാനും ചീറ്റി പോകുമോ, ഇതെങ്ങാനും സൂര്യ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പോലും കഴിയില്ല, എന്നെ ജീവനോടെ തന്നെ കുഴിച്ചു മൂടും എന്നൊക്കെയുള്ള ചിന്ത വിജയൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ അവരെല്ലാവരും കമ്പനിയിലെ സ്റ്റാഫുകളും പത്മയും എല്ലാവരും അവിടെ നിന്നും മാറിയ ശേഷം നന്ദിനി ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ. ഈ സൂര്യയുടെ തൊട്ടടുത്ത് നിന്ന് ആ സ്റ്റാഫിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് കുറച്ച് മോശമായിട്ട് തന്നെ സംസാരിക്കുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി മൊബൈലിൽ സൂര്യയോടൊപ്പം നിൽക്കുന്ന സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഫോണൊക്കെ വാങ്ങി അതിലെ സെൽഫിയൊക്കെ നന്ദിനി ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ആ നന്ദിനിയോട് ആ പെൺകുട്ടിയും കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ നിങ്ങൾ ആരാണ് ഇതൊക്കെ ചോദിക്കാനും ഇങ്ങനെയൊക്കെ കാണിക്കാനും എന്ന് പറഞ്ഞപ്പോൾ നന്ദിനി കഴുത്തിൽ കിടക്കുന്ന ആ താലി അങ്ങ് എടുത്ത് കാണിച്ചു കൊടുക്കണം. ഈ ഒരു അധികാരത്തിൽ തന്നെയാടി ഞാൻ എന്നോട് ചോദ്യം ചെയ്ത് നീ എന്തിനാടി എൻ്റെ സൂര്യ സാറിൻ്റെ തൊട്ടടുത്ത് തൊട്ടൊരുമി നിന്നത്, നിനക്കുള്ളതുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി തന്നെ അങ്ങ് അതിശയിച്ചു പോവാണ്. അങ്ങനെ ഫോണിലെ ആ ഒരു സെൽഫിയൊക്കെ ഡിലീറ്റ് ചെയ്ത ശേഷം നിന്നെ ഇനി ഈ സാറിൻ്റെ തൊട്ടടുത്ത് നീ നിൽക്കുകയോ സംസാരിക്കുകയോ ചെയ്താലുണ്ടല്ലോ നിന്റെ മുട്ടുകാല് ഞാൻ തല്ലി കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ ആ പെൺകുട്ടി അവിടെ നിന്ന് അങ്ങ് അമ്മലോട് കൂടി നാണം കേട്ട് അവിടെ നിന്ന് അങ്ങ് പോവാട്ടോ. ആ സമയത്താണ് സൂര്യ അവിടേക്ക് വരുന്നത്. അപ്പോൾ സൂര്യ ഇത് കണ്ടുകൊണ്ടാണ് വരുന്നത്. നന്ദിനി ഒരു പെൺകുട്ടിയോട് ദേഷ്യപ്പെടുന്നതൊക്കെ കാണുമ്പോൾ അപ്പോൾ എന്താ നന്ദിനി നീ ഇവിടെ തനിച്ച് നിൽക്കുന്നത്, നീ വാ എന്ന് പറയുമ്പോൾ എന്തിനു ഞാൻ വരണം, ദിത്തി സാറിനോടൊപ്പം തൊട്ടൊരുമി നിന്നിരുന്നല്ലോ, അവളോടൊപ്പം അങ്ങ് പോയാൽ മതി. അപ്പോൾ സൂര്യ തന്നെ അങ്ങ് ഞെട്ടിപ്പോവാണ്. ഇതെന്താ നന്ദിനി ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിലിട്ടോ. എന്താ നീ പറഞ്ഞത്, അതോ നീ ആ പെൺകുട്ടിയെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത്, അത് ഈ കമ്പനിയിലേക്ക് പുതുതായി ജോലിക്ക് വന്ന പെൺകുട്ടിയാണ്, അവൾ എന്നോട് സംസാരിച്ചത് ഞാൻ സംസാരിക്കുന്നില്ലേ, എൻ്റെ ഡാൻസ് നന്നായിരിക്കും, ഞാൻ സംസാരിക്കുന്നത് അടിപൊളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞതാണ്. ഓ ഡാൻസും സംസാരമൊക്കെ നന്നായാൽ അവളോടൊപ്പം അങ്ങ് സംസാരിക്കുകയും അവളോടൊപ്പം അങ്ങ് ഡാൻസ് ചെയ്യുകയും ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനിയുടെ പെട്ടെന്നുള്ള ആ ഭാവവ്യത്യാസം കാണുമ്പോൾ സൂര്യ തന്നെ അങ്ങ് അതിശയിച്ച് പോവാണ്. അപ്പോൾ സൂര്യ പറയാൻ അല്ല നന്ദിനി നിനക്ക് എന്തു പറ്റി, ഒന്ന് അടങ്ങ്, നീ ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ലല്ലോ. ഇല്ല സാർ ഞാൻ ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ല, പക്ഷെ ആ പെൺകുട്ടി സാറിൻ്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുകയും സംസാരിക്കും സെൽഫി എടുക്കുകയൊക്കെ ചെയ്തത് കണ്ടപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല വല്ലാത്തൊരു ദേഷ്യം വന്നു. ആ ശരി ശരി മതി മതി എന്നാ വാ എന്നോടൊപ്പം വാ എന്ന് പറഞ്ഞ് സൂര്യൻ നന്ദിനിയെയും കൂട്ടി അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ കമ്പനിയിലെ മാനേജറും പത്മയും യതീന്ദ്രനും വിജയനും വേദയും ഇന്ദ്രജിയും അങ്ങനെ എല്ലാവരും സൂര്യൻ നന്ദിനിയൊക്കെ കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ മാനേജർ പത്മയെ പുകഴ്ത്തി സംസാരിക്കുകയാണ്. എല്ലാ സ്റ്റാഫുകൾക്കും മുന്നിൽ വെച്ച് മാനേജർ പറയണേ കമ്പനിയിലെ 2 മെഷീനുകളിൽ ഒരെണ്ണം പത്മ മേഡമാണ് ഓൺ ചെയ്യാൻ പോകുന്നത്, എന്നാൽ പത്മ മേഡം ഓൺ ചെയ്യൂ എന്ന് പറയട്ടോ. അങ്ങനെ പത്മ അവിടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പത്മ ഒരു മെഷീൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. അടുത്തത് ഇനി രണ്ടാമത്തേത് സൂര്യ സാറിൻ്റെ ഭാര്യ നന്ദിനി മേഡമാണ് ഓൺ ചെയ്യാൻ പോകുന്നത് എന്ന് പറയട്ടോ. അപ്പോൾ സൂര്യവും സ്റ്റാഫുകളും എല്ലാവരും കൈയടിക്കുകയാണ്. അപ്പോൾ ഇന്ദ്രജയും വിജയനും കൂടി ഇപ്പോൾ അവൾ ഓൺ ആക്കിയാൽ ഉടനെ തന്നെ അവൾക്ക് ഷോക്ക് ഏൽക്കും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർ സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കാൻ കേട്ടോ. അങ്ങനെ സൂര്യ നന്ദിനിയോട് സ്വിച്ച് ഓൺ ചെയ്യാൻ പറയുമ്പോൾ നന്ദിനി പറയണേ വേണ്ട ഞാൻ ചെയ്യുന്നില്ല, ഇന്ദ്രജ മേഡം ചെയ്തോട്ടെ എന്ന് പറയുമ്പോൾ സൂര്യ നീ ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാൽ മതി, നീ ആ സ്വിച്ച് ഓൺ ചെയ്താ ഈ കാണുന്ന സ്വിച്ചാണെന്ന് പറയട്ടോ. അങ്ങനെ നന്ദിനി ആ സ്വിച്ച് ഓൺ ചെയ്യാൻ വേണ്ടി കൈവിരൽ അങ്ങ് എടുത്ത് അതിലേക്ക് അങ്ങ് അമർത്താൻ വേണ്ടി നിൽക്കുമ്പോഴത്തേന് കൃത്യസമയത്ത് തന്നെ കറണ്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ അയ്യോ കറണ്ട് പോയല്ലോ. അപ്പോൾ മാനേജർ പറയണ ആ ജനറേറ്റർ അങ്ങ് ഓൺ ആക്ക്. അപ്പോൾ കിട്ടിയ അവസരത്തിൽ പത്മ എല്ലാവർക്കും മുന്നിൽ നന്ദിനിയെ ചെറുതാക്കി കാണിക്കാൻ വേണ്ടി കണ്ടില്ലേ ഐശ്വര്യം, നല്ല ഐശ്വര്യം തന്നെ, സ്വിച്ച് ഓൺ ആക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോഴത്തേക്കും കറണ്ട് അങ്ങ് പോയി. വല്ലാത്ത ഐശ്വര്യം തന്നെ, ഇവളൊക്കെ കൈയെടുത്ത് കുത്തിയാലും കാലെടുത്ത് കുത്തിയാലും ഇവിടെയൊക്കെ നശിച്ചു പോവും, ദരിദ്രം പിടിച്ചവൾ എന്നൊക്കെ വായിൽ തോന്നുന്നതെല്ലാം തന്നെ പത്മ എല്ലാവർക്കും മുന്നിൽ വെച്ച് പറയണ്. അപ്പോൾ യതീന്ദ്രൻ പറയണ് പത്മ നീ ഒന്നും മിണ്ടാതിരിക്കേ, സ്റ്റാഫുകൾക്ക് മുന്നിൽ വെച്ച് ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ ഒക്കെ കേൾക്കുമ്പോൾ നന്ദിനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. അപ്പോൾ പത്മ പറയണേ ഞാൻ സംസാരിക്കുന്ന
ചോദിക്കുന്നതിൽ എന്ത് തെറ്റാനുള്ളത്? ഇവിടെയുള്ള സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും, പുതുതായിട്ട് ഒരു മെഷീൻ ഓൺ ആക്കുന്ന സമയത്ത് കൃത്യസമയത്ത് തന്നെ കൈ അങ്ങ് തൊടുമ്പോഴത്തേക്കും കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഐശ്വര്യമുള്ളത് കൊണ്ടല്ലേ. കേൾക്കുമ്പോൾ സൂര്യക്ക് നല്ല ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ സൂര്യ ഡാഡി എന്ന് പറഞ്ഞ് വിളിക്കട്ടെ. അപ്പോഴത്തേക്കും നന്ദിനി അവിടെ നിന്ന് ഇറങ്ങി പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ സൂര്യ തടയാണ്. എന്താ നന്ദിനി ഇനി പോകുന്നത്? വേണ്ട സാർ, ഞാൻ ഓൺ ആക്കുന്നില്ല, എനിക്ക് ഐശ്വര്യമില്ലാത്തത് കൊണ്ടാണ് കറണ്ട് പോയത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും കറണ്ട് വരികയാണ്. അപ്പോൾ മാനേജർ പറയണേ, കറണ്ട് വന്നല്ലോ മാഡം എന്ന് പറയുമ്പോൾ, ഇല്ല ഞാൻ ഇനി ഓൺ ആക്കുന്നില്ല, കാരണം ഞാൻ ഇനി സ്വിച്ച് ഓൺ ചെയ്ത് ഇനി കമ്പനിയിൽ നാളെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഐശ്വര്യമില്ലാത്ത ഞാൻ ഓൺ ആക്കിയിട്ടാണ് എന്ന് എല്ലാവരും പറയും, അതുകൊണ്ട് ഞാൻ ഓൺ ആക്കുന്നില്ല. എന്താ നന്ദിനി നീ ഇങ്ങനെ പറയുന്നത്? അങ്ങനെയൊന്നുമില്ല, കറണ്ടൊക്കെ പോകുന്നത് സാധാരണമാണ്, അല്ലാതെ ഒരു കുഴപ്പവുമില്ല, നീ ഓൺ ചെയ്യ് നന്ദിനി. ഇല്ല ഞാൻ ഓൺ ആക്കില്ല സൂര്യ സാർ, എനിക്ക് പറ്റില്ല, ഞാൻ ഓൺ ആക്കാൻ ഒരുങ്ങി ആ സമയത്ത് തന്നെ കറണ്ട് പോയില്ലേ, എന്നെക്കൊണ്ട് കഴിയില്ല, ഐശ്വര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ സൂര്യ പറയണേ, നന്ദിനി നീ എന്തിനാണ് ഇവർ പറയുന്നതൊക്കെ നീ ഇങ്ങനെ ചെവി കൊള്ളാൻ പോകുന്നത്? നീ ഓൺ ചെയ്യാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വമാണ് ഇവരിങ്ങനെയൊക്കെ പറയുന്നത്, നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഇല്ല സൂര്യ സാർ, എനിക്ക് പറ്റില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ പത്മയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ്. അപ്പോൾ പത്മ പറയണേ, ഇന്ദ്രജ ഇത് തന്നെയാണ് നല്ല അവസരം, നീ പോയി ആ രണ്ടാമത്തെ സ്വിച്ച് ഓൺ ആക്കുക. അത് കേട്ടതോടുകൂടി ഇന്ദ്രജയും വിജയൻ അങ്ങ് ഞെട്ടിപ്പോവാണ്. ഇല്ല അമ്മേ, എന്താ? നീ പോയി ഓണാക്ക്, ഇത് നല്ലൊരു അവസരമാണ്, നിന്നെയാണ് ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചത്, അതുപോലെ തന്നെ സംഭവിക്കുന്നത് കണ്ടില്ലേ, നീ പോയി സ്വിച്ച് ഓണാക്ക്. ഇല്ല അമ്മേ, ഞാൻ ഓണാക്കുന്നില്ല. എന്ത് ഇല്ല എന്നോ? നീയല്ലേ പറഞ്ഞത് ഓൺ ചെയ്യണമെന്നൊക്കെ, ഇപ്പം നല്ലൊരു അവസരമല്ലേ നിനക്ക് കിട്ടിയത്, നീ പോയി ഓണാക്ക്. അത് പിന്നെ ഇല്ല ആൻറ്റി, അത് ഓണാക്കിയാൽ ഷോക്കടിക്കും. ഷോക്കടിക്കേ? എന്താ നീ പറഞ്ഞത്? അല്ല ആൻറ്റി ഇപ്പോൾ പെട്ടെന്നത് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ഷോക്കായി, അത് ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. നീ പോയി ഓൺ ആക്കുന്നുണ്ടോ? ഇല്ല ഇല്ല അമ്മേ, എനിക്ക് പറ്റില്ല. എന്തുകൊണ്ട് നിനക്ക് പറ്റില്ല? ഞാൻ ആഗ്രഹിച്ചത് നീ ഓണാക്കണമെന്നാണ്, അവൾ ഇനി ഓണാക്കാൻ പാടില്ല, നല്ലൊരു അവസരമാണ്, നീ പോയി ഓണാക്ക് എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ് ഇന്ദ്രജയെ. അപ്പോൾ ഇന്ദ്രജ പോവാൻ കൂട്ടാക്കുന്നില്ല. അപ്പോൾ ഈ സമയമാണെങ്കിലോ നന്ദിനിയെ സൂര്യ നിർബന്ധിക്കുകയാണ്. എന്നിട്ട് കൈ പിടിച്ചുകൊണ്ട് വാ വാ എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് സ്വിച്ച് ഓൺ ചെയ്യുന്ന ആ ഭാഗത്തേക്ക്, ആ മെഷീൻ്റെ അടുത്തേക്ക് ഇങ്ങനെ സൂര്യ കൊണ്ടുപോകാൻ കേട്ടോ. അങ്ങനെ നന്ദിനി ഓൺ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുമ്പോഴത്തേക്കും ഇന്ദ്രജ കേൾക്കുന്നില്ല എന്ന് കാണുമ്പോൾ പത്മ തന്നെ അങ്ങ് ഇടിച്ചു കയറുകയാണ്. എന്നിട്ട് പത്മ തന്നെ നന്ദിനി ഓൺ ആക്കുന്നതിന് പകരം പത്മ തന്നെ സ്വിച്ച് ഓൺ ആക്കുക കേട്ടോ. അതോടുകൂടി പത്മ അങ്ങ് തെറിച്ച് വീഴുകയാണ് ഷോക്കേറ്റിട്ട്. അപ്പോൾ എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോവാണ്. സൂര്യയും നന്ദിനിയും ഇന്ദ്രജയും വേദയും വിജയനും യതീന്ദ്രനൊക്കെ ഇതെന്ത് പറ്റി എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ പത്മ താഴേക്ക് വീഴുകയാണ്, ബോധം കിട്ടി താഴേക്ക് വീഴുകയാണ്. നന്ദിനിക്ക് വെച്ച് കെണിയിൽ പത്മ തന്നെയാണ് വീഴുന്നത്. അങ്ങനെ എല്ലാവരും കൂടി പത്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം പരിശോധിച്ച ശേഷം ഡോക്ടർ ചോദിച്ചറിയുകയാണ് എങ്ങനെയാണ് ഷോക്കേറ്റത് എന്ന്. അപ്പോൾ കമ്പനിയിലെ പുതിയ മെഷീൻ ഓൺ ആക്കുന്ന സമയത്താണ്. അപ്പോൾ ഹൈ വോൾട്ടേജ് ആയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതെ. എന്താ വല്ല കുഴപ്പവുമുണ്ടോ ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കുഴപ്പമൊന്നുമില്ല, BP ഒന്ന് വേരിയേഷൻ ആയതാണ്, വേറെ ഒരു കുഴപ്പവുമില്ല, കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ, അത് കഴിഞ്ഞ് ഇതിലേക്ക് പോവാം എന്ന് പറഞ്ഞ് ഡോക്ടർ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ദ്രജയും വിജയനും നല്ല പേടിയോട് കൂടിയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ സൂര്യ കണ്ടുപിടിക്കുമോ എന്നുള്ള ടെൻഷനോട് കൂടിയാണ് നിൽക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.